സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ ഇടവകയിൽ നിന്നും പുതിയതായി ചാർജ് എടുത്ത കൈക്കാരന്മാരും അവർക്ക് ചാർജ് കൈമാറി ഒരു വർഷത്തെ സേവനത്തിന് ശേഷം രംഗം വിടുന്ന പഴയ കൈക്കാരന്മാരും ഒന്നിച്ചു ചേർന്നുള്ള ഒരു ഫോട്ടോ സെഷനാണിത്. ഇത് നന്ദിയുടെയും പ്രതീക്ഷയുടെയും രണ്ട് ഘടകങ്ങൾ ഇതിലുണ്ട്. ഒരു വർഷത്തെ വലിയ സേവനങ്ങൾക്കും ഒത്തിരിയേറെ ഭാരമുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ച് വളരെയധികം വിമർശനങ്ങളും ഒരുപക്ഷെ കേട്ട് ഇറങ്ങിപ്പോകുന്നവരാണ് പഴയ കൈക്കാരന്മാർ. അവർ തുടങ്ങി വെച്ചതും ഇനി പൂർത്തിയാക്കേണ്ടതും അതേസമയം സമൂഹത്തിന് ഭാവിയിൽ ആവശ്യമുള്ളതുമായ ഒത്തിരിയേറെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കണമെന്നുള്ള വ്യഗ്രതയിൽ സ്ഥാനമേറ്റിരിക്കുന്നവരാണ് പുതിയ കൈക്കാരന്മാർ. ഇവർ രണ്ടുപേരെയും നന്ദിയോടെയും ഓർക്കുന്നതോടൊപ്പം ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ശരിയാണ്, ഇത് ഭാരമേറിയ ഒരു ചുമടാണ്. ദൈവജനത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് എത്രമാത്രം നിൽക്കാൻ പരിശ്രമിച്ചാലും എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടെത്താനും വിമർശിക്കാനും നിൽക്കുന്നവരും സമൂഹത്തിലും ചുറ്റുപാടുമുണ്ടെന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ മാറി മാറി വരുന്ന കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവിടെ വിമർശനങ്ങൾക്കിട കൊടുക്കാതെ, എന്നാൽ വിമർശനങ്ങളുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടും അതിൻ്റേതായ പ്രാധാന്യത്തോടെ മാത്രം എടുത്തുകൊണ്ട് അർഹിക്കുന്ന പരിഗണന മാത്രം നൽകിക്കൊണ്ട് തള്ളി മുന്നോട്ട് പോകുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇത് നമ്മുടെ നേട്ടത്തിനു വേണ്ടിയല്ല, മറിച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് സഭയിൽ ശുശ്രൂഷ എന്നുള്ളത്. ആ ശുശ്രൂഷ നിർവഹണത്തിലെ ഒരു ഭാഗമാണ് സ്റ്റുവർഷിപ്പ് അല്ലെങ്കിൽ കൈക്കാരന്മാരുടെ ഉത്തരവാദിത്വം. എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരായി വൈദികരോടൊപ്പം വൈദികർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കൈക്കാരന്മാരുടെ ദൗത്യം. അവർക്ക് ഈ അവസരത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അവരെയും അവരുടെ കുടുംബജീവിതത്തെയും അവർ വ്യക്തിപരമായി നൽകുന്ന ഓരോ സമയവും മണിക്കൂറും ദിവസങ്ങളും സഭയ്ക്ക് അനുഗ്രഹവും അവർക്ക് വ്യക്തിപരമായി വളരാനും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനോട് വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ച് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് ഡേവ് സി കെ ആണ്. ഞാൻ 2024-2025 കാലഘട്ടത്തിൽ ആദ്യത്തെ ചാർജ് എടുത്തത് ഞാനാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയിലകത്ത് നമ്മൾ ഫാൻ വയ്ക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചരിത്രപ്രസിദ്ധമായ നമ്മുടെ എണ്ണക്കൊട്ടിൽ കുളിക്കാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഞാൻ അത് ചെയ്ത് നിർവഹിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ 2024-2025 കാലഘട്ടത്തിലെ കൈക്കാരന്മാരാണ് ഞങ്ങൾ 4 പേര്. ഞങ്ങളുടെ കാലഘട്ടം വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങളെ ഭരമേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടും വിശ്വസ്തയോടും ഒപ്പം തന്നെ ഞങ്ങളുടെ പരമാവധി കഴിവ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. എന്നാലും കുറേ കാര്യങ്ങൾ ഇനിയും ബാക്കി ചെയ്യാനുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ നേരിട്ടത് അത് ഈ കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ പള്ളിയുടെ ഉള്ളിലെ 2 വലിയ ഫാനുകൾ, ഹെലികോപ്റ്റർ ഫാൻ എന്ന് പറഞ്ഞ 2 വലിയ ഫാനുകൾ സ്ഥാപിച്ചത് ഇടപാടുകൾക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ 3 വൈദികർക്ക്, നവവൈദികർക്ക് 3 ആൾക്ക് നമ്മൾ തിരുവട്ട സ്വീകരണം ഒരു പ്രധാന സംഭവമായിരുന്നു. വളരെ ബഹുമാനപ്പെട്ട മാർ താഴത്ത് പിതാവ് വന്നിട്ട് തിരുവട്ടം നൽകിയ അതിൽ നിറഞ്ഞ സദസ്സായിരുന്നു. പള്ളിയിലും പള്ളി പരിസരവും ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ലാസ്രുണിയാളുടെ പെരുന്നാൾ വളരെ ആഘോഷപൂർവ്വം യാതൊരുവിധ വീഴ്ചകളുമില്ലാതെ കൃത്യമായിട്ട് അച്ചടക്കത്തോടും വളരെ കൃത്യതയോടും കൂടിയിട്ട് ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അതും ഇടപാടുകൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമായിരുന്നു. പിന്നീട് തുടർന്ന് ഉള്ള കാലങ്ങളിൽ പള്ളിയുടെ നാനാതരത്തിലുള്ള പുരോഗതിക്കും മറ്റുള്ള തരത്തിലുള്ള വികസനപരമായുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നത് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ഞങ്ങൾ തീർത്തിട്ടുണ്ട്. മറ്റുള്ളവരെ പലപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും അതൊന്നും ഞങ്ങൾ ഗൗനിച്ചില്ല. ഞങ്ങൾ അവരോടുള്ള അവർ കാണിച്ച അതിനെ അതേപോലെയല്ല നേരിട്ടത്. അതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ തള്ളി. അതൊന്നും അവരായിട്ടൊന്നും തർക്കിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ മനസ്സാക്ഷി വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നു. എന്തെന്ന്, ഞങ്ങൾ വിശ്വസ്തരാണ്. ഞങ്ങളെ തന്നെ വിശ്വസ്തരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു.
ഒപ്പം തന്നെ മറ്റുള്ള എല്ലാവരും ഇതേ പാനലിൽ തന്നെയായിരുന്നു അവരുടെയും പ്രവർത്തനങ്ങൾ. എല്ലാവർക്കും നന്ദി. പിന്നെ ഒപ്പം തന്നെ ഈ SL മീഡിയ ഈ കാലഘട്ടത്തിൽ ഞങ്ങളോടൊത്ത് വളരെയധികം സഹകരിച്ചിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ഇതിൻ്റെ വർക്കുകളൊക്കെ ട്യൂൺ ചെയ്തിരുന്നതൊക്കെ വളരെ മനോഹരമായിരുന്നു. വളരെയധികം സമയം ചിലവാക്കിയിട്ടാണ് അവർ ഈ SL മീഡിയയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അവരെ ഞാൻ ഈ ഘട്ടത്തിൽ ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയും ഒപ്പം തന്നെ വരും കാലങ്ങളിലും SL മീഡിയയുടെ പ്രവർത്തനങ്ങൾ പള്ളിക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അത് മുന്നോട്ട് പോകാനുള്ള ഒരു കാലഘട്ടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ പുതുതായി ചാർജ് എടുത്ത കൈക്കാരന്മാർ അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് വേണ്ട ഭാവങ്ങളെല്ലാം നേരുന്നു. എല്ലാവർക്കും പ്രത്യേകമായി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഞാൻ KP പോളി. ഈ വർഷത്തെ കൈക്കാരന്മാരിലെ 3ാമത്തെ ടൈമായിരുന്നു എൻ്റെ പ്രവർത്തന കാലഘട്ടം. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ. ഈ ഒരു കാലയളവിൽ ഞങ്ങൾ ചെയ്തുള്ളതെല്ലാം 4 ആളും കൂടി ഒരുമിച്ചായിരുന്നു. എങ്കിലും ഓരോ സമയത്ത് ഓരോരോ കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി ചെയ്തതെന്ന് മാത്രം. എൻ്റെ ആ ഒരു സമയത്താണ് സ്കൂളിൻ്റെ റിനോവേഷൻ നടത്തി കഴിഞ്ഞ വർഷം വരെ ഫിറ്റ്നസ് ഇല്ലാതിരുന്ന ആ ഫിറ്റ്നസ് കിട്ടുന്നതിന് വേണ്ടി പള്ളിയുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് സ്ട്രക്ചറിൽ മാറ്റം വരുത്താതെ ഭംഗിയായിട്ട് ചെയ്ത് സ്കൂളിന് ഫിറ്റ്നസ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തു. മറ്റൊന്ന്, വളരെ കാലങ്ങളായിട്ട് മാറ്റാനായിട്ട് ഉദ്ദേശിച്ചിരുന്ന പള്ളിയുടെ ഓഫീസ് നല്ല സൗകര്യത്തോടുകൂടി താഴേക്ക് മാറ്റാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് സാധിച്ചു. മറ്റൊന്ന്, ഇപ്രാവശ്യത്തെ ജൂൺ മാസത്തെ വറവച്ചൻ്റെ ശ്രാദ്ധം വളരെ നന്നായിട്ട് നടന്നു. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എല്ലാ കൈക്കാരന്മാരുടെയും ഒരുമിച്ചുള്ള സഹകരണം, അച്ഛൻ്റെ പ്രത്യേക മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിക്ക് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഇടവകയുടെ സ്വന്തം ചാനലായ SL മീഡിയയുടെ പ്രവർത്തനങ്ങളായിട്ടാണ്. അതിലെ കുട്ടികൾ വളരെ ഡെഡിക്കേറ്റഡായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർ ഈ അവസരത്തിൽ എല്ലാ കൈക്കാരന്മാരുടെ പേരിലും പ്രത്യേകം അവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളെ വലിയ പരിക്കില്ലാതെ വളരെ നന്നായിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ച അതിന് പ്രത്യേകം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് സെബി താണിക്കൽ. ഞാൻ ഈ 4 കൈക്കാരന്മാരിൽ അവസാനത്തെ ടൈമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ജൂലൈ 1 നടത്ത കൈക്കാരനായി ചാർജ് എടുത്തു. എൻ്റെ നിശബ്ദമായത് ആഗസ്റ്റ് 5 മാതാവിൻ്റെ തിരുനാൾ, പിന്നെ മിഷൻ ഞായർ, പിന്നെ ജപമാല റാലി എന്നിവയെല്ലാം വളരെ മനോഹരമായി തീർക്കുവാൻ സാധിച്ചു. ഞങ്ങൾ ഒപ്പം തന്നെ ഞാൻ ഈ കൈക്കാരന്മാരുടെ സ്ഥാനത്ത് ഏറ്റവും ചെറുപ്പവും ഏറ്റവും ആദ്യം വരെയാണ് ഇതിൻ്റെ സീനിയറായിട്ടുള്ള മറ്റു കൈക്കാരന്മാരുടെ ഒപ്പം പ്രവർത്തിക്കാനും അവരുടെ മാർഗദർശനങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ വികാരിച്ചതിനോടും 2 ടൈമിലായിട്ടുള്ള കൊച്ചച്ചന്മാരോടും ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. പള്ളിക്ക് വേണ്ടിയിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ടൈമിൽ നടത്തുവാൻ സാധിച്ചു. ഇനിയും പുതിയ കൈക്കാരന്മാർ അവരത് ഭംഗിയായി നടത്തുമെന്നും പ്രത്യാശിക്കുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാ ഇടവകർക്കും സംഘടനകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ പരിപാടികൾക്കും പുറത്തേക്കും ഇവിടെ എല്ലാം ഇത് ചെയ്യുന്ന മീഡിയയ്ക്ക് പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുലരിപ്പു മെല്ലെ മെല്ലെ ഇതിലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം മേലെ പാറാം കിനാവിന്നറുതേന്നുടയാ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ. നമസ്കാരം, ഞാൻ സോണി തോമസ്. ഈ വർഷം 2025-26 നടത്ത കൈക്കാരനാണ്. വളരെ വിലയേറിയ ഉത്തരവാദിത്തങ്ങളാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അത് വളരെ ഭംഗിയോടെ നടത്താൻ സർവേശ്വരൻ്റെ അനുഗ്രഹം യാചിക്കുകയാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ വളരെ
ഭംഗിയാകാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് അലക്സ്. 2025-26 കൈക്കാരനിൽ ഒരാളാണ്. എല്ലാവരെയും സപ്പോർട്ട് വിചാരിക്കുന്നു. ഞാൻ ജോസി ചുങ്കത്ത്. ഇത് 2025-26 കാലഘട്ടത്തിലെ 4 പേരിൽ ഒരാളായി കൈക്കാരനായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മിസ്റ്റർ ലാസറിൻ്റെ പ്രത്യേക മധ്യസ്ഥത്താലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാലും പിന്തുണയാലും ഈ ഒരു വർഷം നല്ലതാക്കി തീർക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന അത്ര ഞങ്ങൾ പ്രയത്നിക്കുന്നതാണ്. ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഞാൻ മനീഷ് സുരേഷ്. 2025-26 കാലഘട്ടത്തിൽ 4 പേരിലെ ഒരു കൈക്കാരനാണ്. ഇടവകയുടെ എല്ലാ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണം.